ലോകത്ത് ഒരാളോടും ദേഷ്യം ഉണ്ടാവരുത്, എന്നാലേ ഹബീബിനെ കിട്ടുള്ളൂ. ഭർത്താവിനോടോ മൂത്തച്ഛനോടോ അമ്മായിമാരോടോ ഇളച്ചനോടോ നാത്തൂനോടോ അവരൊക്കെ ചിലപ്പോൾ തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എന്താ നിങ്ങൾ നല്ല മനുഷ്യനെങ്കിൽ ആദ്യം ചെയ്യുന്ന പണി എന്താണെന്നറിയോ? വേഗം പൊരുത്തപ്പെട്ടു കൊടുക്കുക. അള്ളാന്റെ ഇഷ്ടം കിട്ടാനാണ് ഈ പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? വേഗം പൊരുത്തപ്പെട്ടു കൊടുക്കുക. പഠിച്ചോനെ അവരെന്നെങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട്, എനിക്ക് വിഷമക്കായിട്ടുണ്ട്, പക്ഷെ എന്താണ് അവരറിയാതെ ചെയ്തായിരിക്കും. അറിയാതെ പറഞ്ഞാൽ മനഃപൂർവ്വം ചെയ്തതാണെങ്കിലും ബുദ്ധിമോശം കൊണ്ട് ചെയ്താണ്. പഠിച്ചോനെ ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. പഠിച്ചോനെ നീയും പൊരുത്തപ്പെടണേ. പഠിച്ചോനെ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അവരെ സ്വർഗത്തിൽ എത്തിക്കണേ അല്ല. അതൊരു ഐഡിയയും കൂടിയാണ്. ഇന്നും കൂടി സ്വർഗത്തിൽ എത്തിക്കണം എന്ന് പറയണത് പറയാതെ പറയണത്. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അവർ സ്വർഗത്തിൽ എത്തിക്കണേ അല്ല എന്ന് പറയുമ്പോഴേ ഇവരെയും കൂടി കൊണ്ടുപോകണമെന്നായില്ലേ? അങ്ങനെയൊക്കെ തോർക്കും അള്ളാഹു നമ്മളെ പരിഗണിക്കും. അല്ലാതെ ഒരു അമ്മായിമ്മ അല്ലെങ്കിൽ നാത്തൂൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ അയൽവാസി അല്ലെങ്കിൽ കൂടെ പഠിച്ച ഒരാൾ അല്ലെങ്കിൽ ഒരാൾ ദേഷ്യം പിടിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ആര് നിങ്ങൾ എതിർത്താലും അത് അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് എതിർപ്പുകൾ കൊണ്ടുവരുന്നത്. അങ്ങനെ കുറെ സീക്രട്ടുകൾ ഇസ്ലാമിനുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാവാതെ നമ്മൾ ഇങ്ങനെ കച്ചറ കൂടി ഇങ്ങനെ നടക്കും. ആകെ അമ്മായിമാരോട് പ്രശ്നം. ആരിങ്ങോട്ട് എന്ത് തെറി പറഞ്ഞാലും ശരി, ബിസ്മി ചൊല്ലിയിട്ട് പടച്ചോനെ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അള്ളാഹു ദ്വാരക്കുക, അവർക്ക് ഹൈറ് കൊടുക്കണേ അള്ളാഹു ദ്വാരക്കുക. അത് നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ മനുഷ്യനാണ് അല്ലെങ്കിൽ മനുഷ്യനായിട്ടില്ല.